ഹായ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ വിധാൻ സൗധയുടെ മുന്നിലാണ്. നമ്മൾ ഇന്നത്തെ ഇവിടെ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ നമ്മൾ അങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് കയറി നോക്കാന്ന് വെച്ച് വന്നതാണ്. വാ, നമുക്ക് കയറി നോക്കാൻ എങ്ങനെയുണ്ട്, എന്തൊക്കെ കാണാൻ കഴിയുന്നുള്ളത്. നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് മീൻസ് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അല്ല മാളു. അപ്പം ഇതെപ്പം പുറത്തുനിന്ന് കാണലേ ഉള്ളൂ. ഇപ്പൊ ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ എന്തോ ബുക്ക് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അകത്ത് കയറി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളങ്ങനെ എൻട്രി പോയിന്റിന്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 4 എൻട്രി. വണ്ടിയൊന്നും അലോ ചെയ്യില്ലാന്ന് തോന്നുന്നു. ഇവിടെ ചെക്കിംഗ് ഉണ്ടോന്നൊന്നും അറിയില്ല, നോക്കട്ടെ ക്യാമറയ്ക്ക് അലൗഡ് ആണെന്ന്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എവിടം വരെ കയറാൻ പറ്റും നോക്കാം. കംപ്ലീറ്റ് അകത്തൊന്നും കയറാൻ കഴിയില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം അവിടെ വരെ കയറാൻ പറ്റുന്നത്. കുറെ ആൾക്കാർ അവിടെ മുന്നിലൊക്കെ ഇരുന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അടുത്ത് വരെ പോയി നോക്കാം. ഇവിടെയുള്ള സ്റ്റാളുകളൊക്കെ ലാസ്റ്റ് കാണാം. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ കണ്ടാന്ന് അംബേദ്കറിന്റെ തലയിലുണ്ട് ഒരു കാക്ക എഴുന്നിട്ട്. കുറെ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ പുറത്തുള്ള വണ്ടിയുടെ അലയിച്ചോന്ന് അറിയില്ല. പക്ഷെ എന്നാലും കുറെ വണ്ടികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എപ്പം പുറത്തുനിന്ന് കാണുന്നൊരിത് ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര അടുത്തുനിന്ന്. അങ്ങനെ നമ്മൾ നടന്ന് വിധാൻ സൗധന്റെ ഏറ്റവും മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് മേലൊക്കെ ധാരാളം ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലൂടെ വേണം നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലേക്ക് കയറി നോക്കട്ടെ. അങ്ങനെ ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ ഫോട്ടോസ് എടുക്കേണ്ട നല്ല തിരക്കിലാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിധാൻ സൗധയുടെ പടിക്കെട്ടുകൾ നമ്മൾ ചവിട്ടി നടന്ന് കയറുകയാണ്. മുകളിലേക്ക് കയറി നോക്കട്ടെ എന്തൊക്കെയാ കാണാനുള്ളതെന്ന്. അപ്പൊ നമ്മളങ്ങനെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും മുകളിലേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. എത്രത്തോളം അലോ ചെയ്യുന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കട്ടെ അല്ല മാഡോ. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് വിചാരിക്കുന്നു. ഇവിടെ വരെ എൻട്രി ഇല്ല, ഇവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇതിനപ്പുറത്തെ കാര്യം പെടുന്നില്ല ഇവര്. എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്, ജോലിക്കാരൊക്കെ ഉണ്ട്. ബട്ട് അടിപൊളിയാണ്. എത്രയോ കൊല്ലം മുന്നേയുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഓരോ തൂണുകളൊക്കെ കാണാൻ എന്താ സൈസ്. നിറയെ ആളുകളാണ്. എൻട്രി ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ നിറയെ ആളുകളും തിരക്കാണ്. മാളും ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്തായിട്ട് എന്താ കാണാനുള്ളതെന്ന്. പക്ഷെ ഇത്രയും എൻട്രി നമുക്കുള്ളൂ. ഇതിനകത്തോട്ട് അലൗഡ് അല്ല, ഇതിലുള്ള സ്റ്റാഫ്സ് മാത്രമേ ഉള്ളൂ അകത്തൊക്കെ. ഇത് ഇവിടെയുള്ള സ്റ്റാളുകളാണ്. കുറെ ബുക്ക് സ്റ്റാളുകളാണ് കൂടുതലും ഉള്ളത്. ഇവിടെ എന്താ കംപ്ലീറ്റ് ഇവിടെയുള്ള പല ബിൽഡിങ്സും എല്ലാ കാര്യങ്ങളും കാണാം. എങ്ങനെയുണ്ട് മാഡോ? എന്തായാലും ഇത്ര അടുത്തുനിന്ന് വിധാൻ സൗധ കാണാൻ കഴിയും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. കാരണം ഇതൊന്നും നോർമലി അങ്ങനെ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കാറില്ലല്ലോ. സംഭവം എന്തായാലും അടിപൊളി. ഇവിടുന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ വരെ പബ്ലിക്കിനൊക്കെ കയറി കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഇതാണ് വിധാൻ സൗധന്റെ മേലെ. ഇങ്ങനെ നിന്നാല് കംപ്ലീറ്റ് വ്യൂ. വണ്ടികൾ പോകുന്നത്, ഇവിടെയുള്ള മാള്, നമ്മളെ വിജയമന്യന്റെ വീടില്ലേ അല്ലെ, വിജയമന്യല്ലേ മാളു, അയാളെ ബിൽഡിങ് കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാം. അങ്ങനെ സ്റ്റെപ്പുകള്, വിധാൻ സൗധയുടെ സ്റ്റെപ്പുകൾ കയറിയ പോലെ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കാന്ന്. പിന്നെ നമ്മൾ നേരെ ഇവിടെയുള്ള സ്റ്റാളുകളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ അടുത്ത് നമ്മള് ഇവിടെയുള്ള സ്റ്റാളുകളിലേക്കാണ് പോകുന്നത്. ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റാളുകൾ എന്തൊക്കെ കിട്ടുന്നുള്ളത് നോക്കട്ടെ. ശരിക്കും മെയിൻലി ഇവർ ഓപ്പൺ ചെയ്തത് ലൈബ്രറി, ബുക്ക് ലൈബ്രറി എല്ലാം ഉള്ളതുകൊണ്ടാണ്. ഇവിടെയുള്ളതൊക്കെ കുറെ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെയാണ്. ബുക്കിന്റെ സെക്ഷനൊക്കെ അടുത്ത ഇതിലേക്കാണ്. മാളു അങ്ങനെ ഞാനൊരു കോഫിയും മാളും ഒരു ബദാം മിൽക്കും വാങ്ങി ഇവിടുത്തെ കൗണ്ടറിന്ന്. ബാക്കിയുള്ള കുറെ സാധനങ്ങളൊക്കെ എന്താ പറയാ ഇവിടെയുള്ള കർണാടക സ്റ്റൈൽ ഐറ്റംസ് ആണ്. അതൊന്നും ചിലപ്പോൾ നമുക്ക് സെറ്റ് ആവില്ല, നമ്മൾ കുടിക്കുന്ന മാത്രം വാങ്ങി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ബുക്സിന്റെ സെക്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ കുറച്ച് മെയിൻ ഇതാണ് ഇവിടുത്തെ പരിപാടി അല്ല മാള്, ഒന്നേനും ബുക്ക് ഫെസ്റ്റിവലാ, ബുക്ക് ഫെയർ ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഇപ്പോ മാളൂന്ന് കുറച്ച് ബുക്സ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കൗണ്ടറിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്.
എല്ലാ കൗണ്ടറിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറെ ബുക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഇവിടെ എല്ലാം കന്നഡയിലുള്ള കാരണം റെയർ ആയിട്ട് ഇംഗ്ലീഷിലുള്ള ബുക്സ് കാണുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഈ ഒരു കൗണ്ടറിൽ അത്യാവശ്യം തിരക്കുണ്ട്. റീസൺ എന്താന്ന് വെച്ചാൽ ഏതോ ഒരു ആൾ ഇവിടെ കൗണ്ടറിലുണ്ട്, ഏതോ ലേഡിയൊക്കെയാണ്. പക്ഷെ ഇവർ ആരാന്ന് നമുക്കറിയില്ല. മേ ബി ഇവിടെയുള്ള കാര്യമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, കർണാടകയിലുള്ളത്. മാളു നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ബുക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. മലയാളം ബുക്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത്. മാളു മാളു എന്തെങ്കിലും ബുക്ക് കിട്ടിയിട്ടുണ്ടോ? കുറെ ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്. അപ്പൊ ഇതാണ് ലേഡിന്ന് തോന്നുന്നു. അപ്പം ഇവിടെയുള്ള ആർക്കെങ്കിലും, എന്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇത് ആരാന്നുള്ളത്. ഓരോരുത്തർ ഓട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മള് ഒരു റൗണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നടന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അന്ന് കാണുന്നത് നമ്മൾ നേരത്തെ കയറി നിന്നതിന്റെ അടിയിൽ കൂടെ വേറെ ഒരു പാസേജ് ഉണ്ട്. അതുവഴി വീണ്ടും നെക്സ്റ്റ് കൗണ്ടറിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അവിടെ ഇതുപോലെ ബുക്ക് ഫെസ്റ്റിവൽ തന്നെയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള MLA മാർ, മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരൊക്കെ എൻ്റർ ചെയ്യുന്ന വഴി ഇതായിരിക്കും. കാരണം ഇതാണ് വണ്ടി വരുന്ന വഴി. നേരത്തെ നമ്മൾ കയറിയ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഉണ്ടാവില്ല നമ്മുടെ നിയമസഭയൊക്കെ ഉള്ള പോലെ, അതുപോലെയുള്ളതാണ്. നമ്മളെ ആ പാസേജ് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തി. ഇവിടെ വീണ്ടും അടുത്ത സെക്ഷനാണ് ബുക്ക് സ്റ്റാളിന്റെ. ബുക്ക് സ്റ്റാൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. നടക്കുന്നതിനിടയ്ക്ക് ഒരാളെ കൊണ്ടുതന്ന നോട്ടീസാണ്, പക്ഷെ സംഭവം ഫുള്ള് കന്നഡയിലാണ്. എനിക്കിത് വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലല്ലോ. ആകെ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നത് ബുക്ക് മൈ ഷോ ഉണ്ട്, 200 രൂപ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഏതോ ഒരു മാസം 18-ാം തീയതി 2025 7:30 ഈ കാര്യങ്ങൾ ഇറക്കി ഇതിൽ അറിയുന്നേ ഉള്ളൂ. അപ്പം ഏതൊരു വലിയ പ്രോഗ്രാമിന്റെ ആയിരിക്കും തോന്നുന്നു. അപ്പോ കന്നഡ അറിയുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇത് എന്നാണ് പരിപാടി എന്നാന്നുള്ള കാര്യങ്ങള്. അങ്ങനെ ഇപ്പാണ് മനസ്സിലായത് നമ്മൾ നേരെ റിവേഴ്സ് ഡയറക്ഷനിലാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതായിരുന്നു ഇതിന്റെ ബുക്ക് സ്റ്റാളിന്റെ, ബുക്ക് ഫെയറിന്റെ മെയിൻ എൻട്രൻസ് ഇതായിരുന്നു. നമ്മളാണെങ്കിൽ നേരെ റിവേഴ്സ് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും പുറത്തിറങ്ങിയിട്ട് എന്റെ ഫ്രണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മാളു ഏത് ബുക്ക് സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കാന്ന്. ഇത് ഏതെങ്കിലും എന്തായാലും വാങ്ങുമായിരിക്കും. കണ്ട, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയുള്ള എഴുത്തുകാരൊക്കെ ആണെന്ന് തോന്നി ഫോട്ടോസിലൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളെന്തായാലും നമ്മള് ബുക്ക് ഫെയർ മൊത്തം കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാം ഇങ്ങോട്ട് എൻഡിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഇംഗ്ലീഷിന്റെ ബുക്സ് ഒക്കെ ഉണ്ട്. എൻഡിലല്ല, ആക്ച്വലി അതാണ് സ്റ്റാർട്ടിങ് ബാക്കിയൊക്കെ ഫുൾ കന്നഡയിലാണ്. അപ്പൊ ഇനി എന്തായാലും നമ്മള് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് വന്നതുപോലെയല്ല, ഇപ്പൊ കുറച്ച് നേരം ഇരുട്ടി, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഫ്ലാഗ് ഇപ്പൊ താഴ്ത്തിയതാണെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോഴൊക്കെ ഫ്ലാഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ഗാർഡനൊക്കെ ഇവർ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറെ പൂക്കളും അതുപോലെ തന്നെ കുറെ ഇതൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മൈലിന്റെ ഇതൊക്കെ കാണാം. കൊള്ളാം എന്തായാലും. സൺസെറ്റ് ഒക്കെ ആയി കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ലൈറ്റ്സും ഓൺ ആയിട്ടുണ്ട്. 8 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ടൈമിങ്സ് 8 മണി വരെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വിധാൻ സൗധയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ വിധാൻ സൗധയുടെ മുന്നിൽ നിന്നും ക്യാമറ വുമൺ വിസ്മയോടൊപ്പം ദിനേഷ്. ബൈ ബൈ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.